ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം ആണെന്ന് നിങ്ങൾ ഓർക്കും. ഇത് നമ്മുടെ സാധാ ഇലയിടല്ലേ? അല്ല, ഇവൻ ഐറ്റം വേറെയാണ് കേട്ടോ. ഇത് നമ്മുടെ ശ്രീലങ്കക്കാരൻ ഐറ്റമാണ്. കാണുമ്പോൾ നമ്മുടെ ഇലയുടെ അമ്മയുടെ മോനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്ന പോലെ തന്നെ അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. പിന്നെ ശർക്കരയും തേങ്ങയും എടുത്ത് വയ്ക്കാം. ഇത് ശരിക്കും ഒരു ശ്രീലങ്കൻ സ്നാക്കാണ് കേട്ടോ. ലെവേരിയ എന്നാണ് എൻ്റെ പേര്. എനിക്കിത് കിട്ടിയത് ഒരു സിനിമ ഉണ്ടല്ലോ, ടൂറിസ്റ്റ് ഫാമിലി. അത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ സിമ്മറൻ ഉണ്ടാക്കിയത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം. നമുക്ക് നോക്കാൻ തല്ല. അപ്പോൾ നമ്മൾ ആ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് മാവിട്ട് കൊടുത്തിട്ട് ഇലയിലാണ് നമ്മളിത് പരത്തുന്നത്. വലുതായിട്ട് ഇടിയപ്പം ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഇലയുടെ പോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം അതിൻ്റെ ഐറ്റംസൊക്കെ സെയിം ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം. ആ ഇലയിലേക്ക് നമ്മൾ ആ തേങ്ങയും ശർക്കരയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നേരെ ഇത് മടക്കി വയ്ക്കാം. മടക്കിയിട്ട് നമുക്കിതെല്ലാം അതുപോലെ തന്നെ സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും മാവും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അപ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇഡ്ഡലി പാത്രം ചൂടാക്കിയപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറക്കിയെടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആവി കയറുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം എനിക്ക് ഇലയുടെ ഉണ്ടാക്കുന്നതിൽ ഇത്തിരി കൂടെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.